ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ +2 അക്കൗണ്ടൻസി ക്രിസ്മസ് എക്സാമിന് 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളിതിൽ ഏതെങ്കിലും ഒരു ചോദ്യം അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, പക്ഷേ 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, ഒരൊറ്റ ചോദ്യത്തിന് ആൻസർ ചെയ്താൽ മതി. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ പറഞ്ഞ ചോദ്യം തന്നെയായിരുന്നു. പ്രിപ്പയർ റീവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓഫ് എ ന്യൂ ഫേം. പുതിയൊരു ഫേമിൻ്റെ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, പുതിയ ഫേമിൻ്റെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ഇതായിരുന്നു ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാസ് necessary journal entries in the books of the firm for the following events with regard to retirement of കോശി. ഒരാളുടെ റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജേണൽ എൻട്രീസ് എഴുതാനായിരുന്നു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. അതിനു മുമ്പ് പറഞ്ഞോട്ടെ, നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് പഠനം ആരംഭിച്ചിട്ടില്ലെങ്കിൽ ആരംഭിച്ച് തുടങ്ങിക്കോളും മക്കളെ. ഏകദേശം ഡിസംബർ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇനി നമുക്കുള്ളത് ജനുവരി, ഫെബ്രുവരിയാണ്. മാർച്ച് നിങ്ങളൊരു പഠിക്കാനുള്ളൊരു സമയമായിട്ട് കൂട്ടണ്ട. ആകെ നമ്മുടെ കയ്യിൽ 2 മാസമാണുള്ളത്. ഞാൻ പേടിപ്പിക്കുകയല്ല, ഫാക്റ്റ് പറയാണ് കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങൾ സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തുടങ്ങിക്കോളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് തന്നെ വെക്കുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. A+ ലെവലിലോട്ട് നിങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചാനലിൻ്റെ ലക്ഷ്യം. റെഡിയല്ലേ? ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 8 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് കുറേ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. മെയിനായിട്ട് തന്നിട്ടുള്ളത് ബാലൻസ് ഷീറ്റാണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ബാലൻസ് ഷീറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൻ്റെ മുന്നിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ജിത്തു, മുത്തു ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 2:1. 2 പാർട്ട്നേഴ്സാണ്. അവർ 2:1 അവരുടെ ലാഭം വീതം വയ്ക്കുന്നത്, ജിത്തുവും മുത്തുവും. ഓക്കെ, സോ അവരുടെ ബാലൻസ് ഷീറ്റ് 31 മാർച്ച് 2023 ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അതിൽ ലയബിലിറ്റീസും അസറ്റ്സൊക്കെ തന്നിട്ടുണ്ട്. ലയബിലിറ്റീസ് ആയിട്ട് ബിൽസ് പേയബിൾ, ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓഡി, ക്യാപിറ്റൽ, ഇത്രയും കാര്യങ്ങളാണ് ലയബിലിറ്റിയിൽ തന്നത്. പിന്നെ അസറ്റ് സൈഡിലായിട്ട് വന്നിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ബാങ്ക്, ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, പ്ലാന്റ്, ബിൽഡിങ്, ഇത്രയും ഇൻഫർമേഷനാണ് അസറ്റ് സൈഡിൽ തന്നിട്ടുള്ളത്. പിന്നെ നമ്മളോട് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. എന്തൊക്കെ ഇൻഫർമേഷനാണ് തന്നിട്ടുള്ളത്? നമുക്ക് റിതു വാസ് അഡ്മിറ്റഡ് ആസ് എ ന്യൂ പാർട്ട്ണർ ഇൻ ദ എബവ് ഡേറ്റ് ആസ് പെർ ദ ഫോളോയിങ്. റിതു എന്ന് പറഞ്ഞിട്ട് പുതുതായിട്ട് ഒരാൾ ഈ ഒരു ഫേമിലേക്ക് വരികയാണ്. അതായത് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ നടക്കുകയാണ്. സോ റിതു വരുന്ന സമയത്ത് ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട് 2 lakh, പിന്നെ ഗുഡ് വില്ല് കൊണ്ടുവരുന്നുണ്ട് 1,20,000. നമ്മൾ ഇതേപോലെ ഒരു ക്വസ്റ്റ്യന് മുമ്പ് ജേണൽ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഒരാൾ വരുന്ന സമയത്ത് ക്യാപിറ്റലും ഗുഡ് വില്ലും കൊണ്ടുവരുന്നത്. പിന്നെ പ്ലാന്റ് അപ്രിഷിയേറ്റഡ്, പ്ലാന്റിൻ്റെ വാല്യൂ കൂടിയിട്ടുണ്ട്, 2,20,000 ആയിട്ട് കൂടിയിട്ടുണ്ട്. ആൻഡ് ബിൽഡിങ്ങും അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ട് 5%. സോ 2 അസറ്റിൻ്റെ വാല്യൂ കൂടുകയാണ് ചെയ്തത്. സോ റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്കിതൊക്കെ ആവശ്യമുണ്ട്. പിന്നെ സ്റ്റോക്ക് റീവാല്യൂ ചെയ്തിട്ട് 76,000 ആയിട്ടുണ്ട്. അപ്പോൾ കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ നോക്കണം. പിന്നെ ഒരു പ്രൊവിഷൻ ഡെറ്റേഴ്സിന് വേണ്ടിയിട്ട് 3,000 rupees പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്രെഡിറ്റേഴ്സ് വെയർ അൺറെക്കോർഡഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് 1,000. ക്രെഡിറ്റേഴ്സ് അൺറെക്കോർഡ് ചെയ്തത് ഇതുവരെ റെക്കോർഡ് ചെയ്യാത്തിരുന്നത് 1,000 ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻ തന്നിട്ട് നമ്മളോട് എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത്? നമ്മളോട് റിവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, പുതിയ ഫേമിൻ്റെ ബാലൻസ് ഷീറ്റ്, അതായത് 3 പേരും കൂടിയുള്ള ഫേമിൻ്റെ ബാലൻസ് ഷീറ്റ്. സോ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ നന്നായിട്ട് നോക്കുക. അതിൽ ഓരോന്നിൻ്റെ വാല്യൂ കൂടുകയാണോ കുറയുകയാണോ ചെയ്തിട്ടുള്ളത് നന്നായിട്ട് നോക്കുക. ഇപ്പോൾ പ്ലാന്റിൻ്റെ വാല്യൂ എന്ന് പറയുന്ന സമയത്ത് കൂടുകയാണ് ചെയ്തത്, ബിൽഡിങ്ങിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് കൂടുകയാണ് ചെയ്തത്. അപ്പോൾ എത്രയാണോ കൂടിയിട്ടുള്ളത് ആ ഒരു വാല്യൂ ആണ് നമ്മൾ എഴുതേണ്ടത്. പ്ലാന്റ് എന്താണ് 2,20,000 ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അങ്ങനെയല്ല നമുക്ക് ഇൻഫർമേഷൻ തന്നിട്ടുള്ളത്. പ്ലാന്റ് ഈസ് അപ്രിഷിയേറ്റഡ് ടു 2,20,000. ആദ്യം 2 lakh ആയിരുന്നു, അത് 2,20,000 ആയി. അപ്പോൾ എത്ര കൂടി? 20,000 കൂടി. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അതുപോലെ ബിൽഡിങ്ങും 5% അപ്രിഷിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 3 lakhൻ്റെ 5% 15,000 അവിടെ എഴുതാം. പിന്നെ സ്റ്റോക്ക് കുറയുകയാണ് ചെയ്തത്. 80 ഉള്ളത് 76 ആയി. അപ്പോൾ 4,000 കുറഞ്ഞു. പിന്നെ ഡൗട്ട്ഫുൾ ഡെറ്റ് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് 3,000. പിന്നെ ഒരു അൺറെക്കോർഡഡ് ക്രെഡിറ്റ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ ഇവിടെ എഴുതണം 1,000.
ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 27,000 കിട്ടും. അത് അവരുടെ റേഷ്യോയിൽ വീതം വയ്ക്കുമ്പോൾ ജിത്തുവിൻ്റെ ക്യാപിറ്റലിലേക്ക് 18,000 മുത്തുവിൻ്റെ ക്യാപിറ്റലിലേക്ക് 9,000 വരും. അപ്പോൾ ഈ രീതിയിൽ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നന്നായിട്ട് പഠിക്കുക. അസറ്റുകളുടെയും ലയബിലിറ്റികളുടെയും വാല്യൂ കൂടിയതാണോ കുറഞ്ഞതാണോ എന്ന് നന്നായിട്ട് പഠിക്കുക. അസറ്റിൻ്റെ വാല്യൂ കൂടിയിട്ടുണ്ട്, ലയബിലിറ്റീൻ്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സൈഡിലാണ് അത് എഴുതുക. ഓക്കെ, അതുപോലെ അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ട്, ലയബിലിറ്റിയുടെ വാല്യൂ കൂടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്താണ് അത് എഴുതുകയെന്ന് മനസ്സിലാക്കുക. റെഡിയല്ലേ? അതിനുശേഷം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, അവരുടെ ബാലൻസ്, അതുപോലെ തന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള ക്യാഷ്, അവരുടെ ഗുഡ് വില്ല്, പുതുതായിട്ട് വന്ന ക്യാപിറ്റലൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഗുഡ് വില്ല് അവരുടെ റേഷ്യോയിൽ 2:1 ഷെയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. പിന്നെ ഗുഡ് വില്ല് അവർ ഷെയർ ചെയ്ത കാര്യങ്ങൾ അത് അവരുടെ അക്കൗണ്ടിലേക്ക് മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, പിന്നെ റീവാലുവേഷനിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ലാഭം, ഇത്രയും കാര്യങ്ങൾ ഈ ഭാഗത്ത് എഴുതുക. എന്നിട്ട് ബാലൻസ് ചെയ്തിട്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഈ ഫിഗർ ബാലൻസിങ് ഫിഗേഴ്സായിട്ട് എഴുതുക. അതിനുശേഷം ബാലൻസ് ഷീറ്റ്, പുതിയ ഫേമിൻ്റെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 3 പേര് എക്സ്ട്രാ വരുന്നുണ്ട്, 3 പേര് വരുന്നുണ്ട്, ജിത്തു ഉണ്ട്, മുത്തു ഉണ്ട്, റിതു ഉണ്ട്. അപ്പോൾ ഇവരുടെ 3 പേരുടെയും ക്യാപിറ്റൽ അവിടെ എഴുതണം. അത് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ കൃത്യമായിട്ട് എഴുതണം. റിതുവിൻ്റെത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ളത് ജിത്തുവിൻ്റെ മുത്തുവിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസാണ് എഴുതേണ്ടത്. റെഡി. പിന്നെ ക്യാഷ്, പുതുതായിട്ട് വന്നിട്ടുള്ള ക്യാപിറ്റലും ഗുഡ് വില്ലും എല്ലാം നല്ല രീതിയിൽ തന്നെ വെച്ചിട്ട് വേണം എഴുതാൻ. ക്യാഷ് അറ്റ് ബാങ്ക്, ഡെപ്റ്റേഴ്സ് അത് പ്രൊവിഷൻ കുറച്ചിട്ടുള്ള ഫിഗർ തന്നെ എഴുതണം. പിന്നെ സ്റ്റോക്ക് എമൗണ്ട് കുറച്ചിട്ടുള്ള ഫിഗർ എഴുതണം. പിന്നെ പ്ലാന്റും ബിൽഡിങ്ങും എമൗണ്ട് കൂടിയിട്ടുള്ള ഫിഗറാണ് എഴുതേണ്ടത്. പിന്നെ ബിൽസ് പേബിളിന് മാറ്റില്ല, ക്രെഡിറ്റേഴ്സ് 1000 കൂടിയിട്ടുണ്ട്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിന് മാറ്റമില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റിൻ്റെ നിങ്ങൾക്ക് ടാലി ആകുന്ന ഭാഗം എന്ന് പറയുന്നത് 11,48,000 ആണെങ്കിൽ യുവർ ആൻസർ വെർ റൈറ്റ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. റീവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളോട് ജേണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. ഖാദർ, കൃഷ്ണൻ ആൻഡ് കോശി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ 5:3:2 എന്നാണ്. ഖാദറും കൃഷ്ണനും കോശിയും ഒരു ഫേമിലെ പാർട്ട്നേഴ്സാണ്. അവർ ലാഭം വീതം വയ്ക്കുന്നത് 5:3:2 എന്ന് പറഞ്ഞിട്ടുള്ളൊരു അംശബന്ധത്തിലാണ്. എന്നിട്ട് നമ്മളോട് പറയാണ് പാസ് നെസസറി ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ദ ഫേം ഫോർ ദ ഫോളോയിങ് ഈവൻറ്റ്സ് വിത്ത് റിഗാർഡ് ടു റിട്ടയർമെൻറ്റ് ഓഫ് കോശി. കോശി ഇവിടെ നിന്ന് റിട്ടയർ ആയിട്ട് പോവുകയാണ്, വിരമിക്കുകയാണ്. സോ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് അതിൻ്റെ ജേണൽ എൻട്രീസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ബിൽഡിംഗ് വാസ് അപ്രിഷിയേറ്റഡ് ബൈ 10% വിച്ച് ഷോഡ് എ ബുക്ക് വാല്യൂ ഓഫ് 5 lakh. അതായത് ബുക്ക് വാല്യൂ 5 lakh ആയിട്ടുണ്ടായിരുന്ന ബിൽഡിങ്ങിൻ്റെ വാല്യൂ 10% കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്? അപ്രിസിയേഷൻ ആണല്ലേ. പിന്നെ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഒരു അപ്രിസിയേഷൻ വരുമ്പോൾ ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ എന്നാണ് വരിക. വാല്യൂ ഓഫ് ബിൽഡിംഗ് ഇൻക്രീസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ബിൽഡിങ്ങിൻ്റെ വാല്യൂ കൂടി 50,000 എന്ന് എഴുതാൻ ജേണൽ എൻട്രി. ഓക്കെ, ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ, വാല്യൂ ഓഫ് ബിൽഡിംഗ് ഇൻക്രീസ്ഡ് എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ, സ്റ്റോക്ക് ഷോഡ് 50,000 ഇൻ ബാലൻസ് ഷീറ്റ്, ഇറ്റ് വാസ് റീവാല്യൂഡ് 46,000. സ്റ്റോക്കിൻ്റെ വാല്യൂ ആദ്യം 50,000 ആയിരുന്നു, അത് പിന്നെ 46,000 ആയിട്ട് മാറി. അപ്പോൾ എന്താണ്? വാല്യൂ കുറയുകയാണ് ചെയ്തത്. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റോക്ക്. ഓക്കെ, റീവാലുവേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, സ്റ്റോക്കിനെ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. കാരണം വാല്യൂ കുറയുകയാണ് ചെയ്തത്. എത്രയാണ്? 4,000 എന്ന് എഴുതാം. അടുത്ത ഒരു എൻട്രി നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ എൻട്രിയാണ് നമ്മൾ നോക്കുന്നത്. ദെയർ വാസ് എ ബാലൻസ് ഓഫ് 60,000 ഇൻ ജനറൽ റിസർവ്. ജനറൽ റിസർവിൽ ഒരു 60,000 ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം? അത് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് വീതം വെച്ച് കൊടുക്കണം. ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ഖാദേഴ്സ് ക്യാപിറ്റൽ, കൃഷ്ണൻസ് ക്യാപിറ്റൽ ടു കോശീസ് ക്യാപിറ്റൽ. അത് ഈ 60,000-നെ 5:3:2 എന്നുള്ള റേഷ്യോയിലാണ് വീതം വെക്കേണ്ടത്. സോ ഖാദറിൻ്റെ അക്കൗണ്ടിലേക്ക് 30,000, കൃഷ്ണൻ്റെ അക്കൗണ്ടിൽ 18,000, ദെൻ കോശിയുടെ അക്കൗണ്ടിൽ 12,000. ഈ രീതിയിലായിരിക്കും ആ എമൗണ്ട് വരിക. റെഡിയല്ലേ? അപ്പോൾ ജനറൽ റിസർവിനെ വീതം വയ്ക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു മൂന്നാമത്തത്. പിന്നെ നാലാമത്തത് നോക്കാം. ദർ വാസ് എൻ അൺറെക്കോർഡഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് 10,000 ആയിട്ടൊരു അൺറെക്കോർഡഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അസറ്റ് കൂടുകയാണ് ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്യണം? ആ അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ 10,000.
എന്താണ് നെറേഷൻ? അൺറെക്കോർഡഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കോർഡഡ്. അൺറെക്കോർഡഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്തു? റെക്കോർഡ് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ക്രെഡിറ്റർ ഓഫ് 2000 നോട്ട് ലൈക്ലി ടു ക്ലെയിം ദെയർ എമൗണ്ട്. നമുക്കൊരു ക്രെഡിറ്റർ ഓഫ് 2000 ഉണ്ടായിരുന്നു, അതെന്തില്ല, നോട്ട് ലൈക്ലി ടു ക്ലെയിം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെ വരും? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ. ക്രെഡിറ്റേഴ്സ് കുറയുകയാണ് ചെയ്തത്. ക്രെഡിറ്റേഴ്സ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ക്രെഡിറ്ററിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ, എമൗണ്ട് 2000. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. An amount of rupees 5,000 due from Sanesh, a debtor was doubtful and provision for the same was created. അതായത് 5,000-ന് നമ്മളൊരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാണ്. സോ എങ്ങനെ വരും? റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് 5,000. ഈ രീതിയിൽ നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ, റീവാലുവേഷൻ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഷോഡ് എ പ്രോഫിറ്റ് ഓഫ് 25,000. റീവാലുവേഷൻ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഒരു പ്രോഫിറ്റ്, റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ് കാണിക്കുന്നത് 25,000. അപ്പോൾ എങ്ങനെ വരും? ദാറ്റ് വിൽ ബി റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു കാദസ് ക്യാപിറ്റൽ ടു കൃഷ്ണൻ ക്യാപിറ്റൽ ടു കോഷ്യസ് ക്യാപിറ്റൽ. 25,000-നെ അവരുടെ റേഷ്യോയിൽ എന്ത് ചെയ്യണം? വീതം വെക്കണം. അപ്പോൾ ആ രീതിയിലാണ് റീവാലുവേഷൻ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ക്ലിയർ? ദെൻ ഈ ഒരു സെഷനിലെ അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത്, ടോട്ടൽ എമൗണ്ട് ഡ്യൂ ടു കോശി ഓൺ റിട്ടയർമെൻറ്റ് എമൗണ്ട് ടു 75,000 വിച്ച് ഓഫ് 25,000 വാസ് പെയ്ഡ് ഇമ്മീഡിയറ്റ്ലി ആൻഡ് ബാലൻസ് വാസ് ട്രാൻസ്ഫേർഡ് ടു ലോൺ അക്കൗണ്ട്. സോ കോശി ഇവിടുന്ന് റിട്ടയർ ചെയ്ത് പോകുമ്പോൾ കോശിക്ക് കൊടുക്കാനുള്ള എമൗണ്ട് 75,000 ആണ്. അതിൽ 25,000 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി എമൗണ്ട് കോശിയുടെ ലോൺ അക്കൗണ്ട് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ അതുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെ വരും എന്ന് വെച്ചാൽ, കോശീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 75,000, ടു ക്യാഷ് ആയിട്ട് കൊടുത്തത് 25,000, ടു കോശിയുടെ ലോണായിട്ട് വെക്കുന്നത് 50,000. എമൗണ്ട് ഡ്യൂ ടു കോശി സെറ്റിൽഡ് എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ എഴുതേണ്ടത്. ക്ലിയർ? 8 മാർക്കിന് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെയായിരുന്നു. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? റിവാലുവേഷൻ അക്കൗണ്ടും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുക. രണ്ടാമത്തെന്ന് പറയുന്നത് റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ട് ജേർണൽ എൻട്രീസ് എഴുതുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അക്കൗണ്ട്സിൽ ബുദ്ധിമുട്ടുന്നവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു.